അപ്പത്തിൻ്റെ മാവിനകത്ത് ഉപ്പിട്ട് ഉപ്പും പഞ്ചസാര തേങ്ങ വേണമെങ്കിൽ അരച്ച് ചേർക്കാം. തേങ്ങ ഇടാണ്ട് അപ്പം ചുടുവാണെങ്കിൽ കടയിലെ അപ്പം പോലെ നല്ല അപ്പം ഉണ്ടാവും. എന്നാടാ രാവിലെ എന്താ എന്നാ പിന്നെ തോൽക്കുട്ടനെ നോക്കിയിരിക്കുവോ കുട്ടി? വെയിലൊക്കെ വന്നു. വെയിൽ തെളിഞ്ഞത് ഉണങ്ങിയാലേ മിറ്റടിക്കാൻ പറ്റത്തുള്ളൂ. കൊണ്ടങ്ങ് അടിച്ചു കളഞ്ഞേക്കാം. ഇവിടെ നിറയെ ഇലയുണ്ട്. ഇലഞ്ഞി മരം കണ്ടു, നമ്മുടെ AC ഐസ്. ആ മിറ്റടിച്ചിട്ട് മതി. കുഞ്ഞിക്കണ്ണി മാങ്ങ ഉണ്ടാകുന്നുണ്ട് കണ്ടോ. ചെമ്പല്ലി ചാള ചൂര കണ്ടോ, കുഞ്ചുന്നത് രാവിലെ കിടന്ന്. അമ്മയും മോളും കൂടെ കളിക്കുക. ഇത് വീഴൂടി. രണ്ട് കുട്ടികൾക്കും ഭയങ്കര സ്നേഹ. ഒന്നിച്ചിങ്ങനെ ഇട്ട കടിച്ചു കയറും. ഇന്നത്തെ ചോറ് അത് പിള്ളേർക്ക് കൊടുക്കാനുള്ള ചോറുണ്ടെന്ന്. പിള്ളേർക്ക് കൊടുക്കാനുള്ളതുകൊണ്ട് തിളപ്പിച്ച് വാർക്കൊന്നും വേണ്ട. തിളപ്പിച്ചിട്ട് ഇങ്ങ് കോരിയെടുക്കാം. കടുങ്കാപ്പി ഉണ്ടാക്കിയത്. ഉണക്കപ്പയർ വേവിക്കാൻ വെച്ചിട്ടുണ്ട് രാവിലെ. ഉണക്കപ്പയർ വെള്ളത്തിലിട്ട് വേവിക്കാം, ഇത് വെള്ളത്തിലിടാണ്ട് വേവിക്കാം. വെള്ളത്തിലിടാണ്ട് വേവിക്കുന്നതാണ് ടേസ്റ്റ്. കുറച്ച് സമയം ഒരു വിസിൽ വന്നു കഴിഞ്ഞിട്ട് ഒരു 20 മിനിറ്റ് തീ കുറച്ച് വെച്ച് വേവിച്ചാൽ മതി. അതിനും കൂടെ ഉള്ള വെള്ളം ചേർക്കണം. തേങ്ങ ചിരണ്ടോ നോക്കിയിരിക്കും. തേങ്ങ കിട്ടാൻ തേങ്ങ ചിരണ്ടി കയ്യാ നോക്കിയിരുന്നു ഓടി വരാൻ. പാത്രത്തിൽ നിന്ന് എടുത്തോണ്ട് തന്നെ കട്ടണ്ടോ ഇതെല്ലാം എടുത്തോണ്ട് അത് കട്ടണ്ട് പോകണമല്ല. എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ പാത്രത്തിൽ നിന്ന് എടുത്തോണ്ട് പോകണേന് വേണോ ഇനി തിന്നണ്ടാ മതി. വീടാണ്ടോ നീ ഇല്ല കേട്ടോ, നീ ഇല്ല. അല്ല 2 മുളക് കിട. ആ സല്ല മതി, അത് മതി. സ്റ്റൂവാണ്, പച്ചക്കറികളെല്ലാം ഇട്ട് സ്റ്റൂ. മോളുടെ വകയാണ് സ്റ്റൂ കറി. അപ്പം തിന്നാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. തേങ്ങാപ്പാൽ ഞാൻ സ്റ്റൂവിനുള്ളതും അപ്പത്തിനുള്ളതും അരച്ചെടുത്തിട്ടുണ്ട്. ഇച്ചിരി ഇതിനകത്തും ചേർക്കാം, ബാക്കി അതിനകത്തും ചേർക്കാം. തേങ്ങ ചേർത്തുണ്ടാക്കിയേക്കാം. ഇവിടെ അപ്പം നല്ല സൂപ്പർ അപ്പം. ഇവിടെ തെന്നിപ്പോകും. ഇവിടെ സ്റ്റൂ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ അപ്പം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. രാവിലത്തെ പണിയിൽ മെയിൻ പണിയാണ് ഇത്, പിള്ളേർക്കുള്ള ഫുഡ്. ബാക്കിയുള്ള ഫ്രീസറിലൊക്കെ തന്നെ വെക്കണം. ഓക്കെ, ഉച്ചക്കത്തേക്ക് ഉള്ള കറി രാവിലെ തന്നെ പണി കഴിച്ചേക്കുവാണെങ്കിൽ
ഉണക്കപ്പയർ ഞാൻ അടുപ്പത്ത് വെച്ചില്ലായിരുന്നു, അത് വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് മെഴുക്കുവരട്ടിയുണ്ട്. വെളുത്തുള്ളി മസ്റ്റായിട്ട് വിടണം. ഒരു സവോള, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും കൂടെ ഇടണം. ഇതിലേക്ക് നമ്മൾ രാവിലെ വേവിച്ച് വെച്ചേക്കുന്ന പയർ, അവധി ദിവസമാണെങ്കിലും രാവിലെ തന്നെ പണി കഴിച്ചേക്കുക. പറയും, എന്നും പറയും മാത്രമേ ഉള്ളൂ, എന്നും പണി കഴിയില്ല. മോരുകറിക്ക് അരച്ച് വെച്ചിട്ടുണ്ട്, അത് കറിയാക്കാം. പച്ചമുളക് അരച്ചാൽ ചിലപ്പോൾ രുചി ഉണ്ടാവില്ല, അതുകൊണ്ട് അരിഞ്ഞ് ഇട്ടാൽ മതി. ഉലുവയും കടുകും. ഇവിടെ പയറ് കറി അപ്പുറത്തിരിപ്പുണ്ട്. ഇവിടെ മുളക് മൂത്തിട്ടുണ്ട്, നല്ലപോലെ മൂത്തു. അതിലേക്ക് ഒരു സ്വല്പം മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് കറി മഞ്ഞ കളറിലേക്ക്. എല്ലാ മഞ്ഞക്കറി വെച്ച് ശകലം മുളക് പൊടി ഇടുവാണെങ്കിൽ ടേസ്റ്റും വ്യത്യാസം വരും. അരപ്പ് ചെറിയാവട്ടെ. ഇത് പാകത്തിന് വെള്ളം ഒഴിക്കാം. ആവശ്യത്തിന് ചാറിനുള്ള വെള്ളവും ഉപ്പും ഇട്ടിട്ടുണ്ട്. നല്ല കാര്യം. നമ്മുടെ പയറുകറി റെഡി ആയിട്ടുണ്ട്. ചെമ്മീൻ ചൂടാക്കി വെച്ചേക്കണം, ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കണം. ഒരു കുഞ്ഞു കൊച്ചു ഉണ്ടായിരുന്നു. നിങ്ങളുടെ കൂടിയുള്ള പണിയാ. നീ കുറച്ച് ഹെൽപ്പ് ചെയ്തു. എൻ്റെ കൂടിയുള്ള പണിയാ ഇന്ന്. എൻ്റെ കാര്യമല്ല, എൻ്റെ ഒരു മകളെന്ന് പറയും. ഇത് മുഴുവൻ ഒന്നിച്ചിട്ടാനാ വാഷിംഗ് മെഷീനെ കൊല്ലാനാ? പിന്നെ ഇത് 3 പേരായിട്ട് ഇടണം. തുണികളത്തിൻ്റെ ആശാനെ ഏടെ പൂച്ച കിടക്കണ്ട കേട്ടോ. ഞാനല്ല, ഇതേടോ കൂടാ.